കനത്ത മഴയിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ കൊയ്യാറായ നെല്ല് വെള്ളത്തിനടിയിലായി. കൊയ്തിട്ട നെല്ലും വെള്ളം കയറി നശിക്കാറായി. ഏക്കർ കണക്കിന് സ്ഥലത്തെ നെല്ല് നശിക്കാറായിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. പടിഞ്ഞാറൻ പ്രദേശങ്ങളായ കാഞ്ഞിരം, ഈരയിൽക്കേരി, ഗ്രാവ്, പതിനഞ്ചിൽക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയിൽ ഏക്കർ കണക്കിന് പാടങ്ങളിലെ കൊയ്യാറായ നെല്ല് വെള്ളത്തിനടിയിലായി. കൊയ്തിട്ട നെല്ലും വെള്ളം കയറി നശിക്കാറായി. ഇനി നെല്ലിന് ഉള്ള വില കിട്ടില്ല. ഇവർ തൂക്കം വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 3 കിലോ 4 കിലോ വീതം കുറവ് വരും. ഇത്രയും നനവായി പോയില്ല നെല്ലിന്. എല്ലാവരുടെ ഒപ്പം നെല്ലിൻ്റെ വില ഞങ്ങൾക്ക് കിട്ടത്തില്ല. അതിൽ ഞങ്ങൾക്ക് നഷ്ടം വന്നു പോയി. ഇപ്പം ഞങ്ങൾ 80,000 രൂപയോളം ഞങ്ങൾക്ക് ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. ഇടനിലക്കാർ നെൽകർഷകരെ ചൂഷണം ചെയ്യുകയാണ്. കൊയ്ത്ത് യന്ത്രത്തിന് മണിക്കൂറിന് 2500 രൂപയാണ് ഈടാക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ സർക്കാരിനാവുന്നില്ലെന്നും കർഷകർ പറയുന്നു. ലോറികളിൽ ഒരു 10-25 എണ്ണം ഒന്നിച്ച് കയറ്റിക്കൊണ്ട് വരും. അത് നമ്മുടെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന 600 രൂപ മറ്റേ ഈ മെഷീൻകാർക്ക് കിട്ടുന്നുള്ളൂ. അത് നമ്മളോട് മേടിക്കുന്ന ഈ 2500 രൂപയാണ്. ഇത് എവിടെ ചെന്ന് നമുക്ക് താങ്ങാൻ ഒക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മുഴുവൻ ചൂഷണം ചെയ്യുന്ന ബ്രോക്കർമാരാണ്. വെള്ളം കയറി കൃഷി നശിക്കാറായിട്ടും ഒരു ജനപ്രതിനിധി പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. റിപ്പോർട്ടർ, കോട്ടയം.